ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു മാക്സി അടിക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ എടുക്കുന്നത്. എന്നും നമുക്ക് വീഡിയോസ് വേണ്ടേ, അപ്പം എനിക്കാണെങ്കിൽ മാക്സി ഒന്ന് രണ്ട് മാക്സി അടിക്കാനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നാൽ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും മാക്സി ഒക്കെ അടിക്കാൻ അറിയാം, പക്ഷെ അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പം അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാണ്. അപ്പം ഇതാക്കണം, നമ്മൾ ആദ്യം തന്നെ മാക്സി ഇതുപോലെ മാക്സിന്റെ നല്ല വശം ചീത്തവശം തിരിച്ചുകൊണ്ട് മടക്കി എടുക്കുകയാണ് കേട്ടോ. അതാക്കണം നല്ല വശം ഉള്ളിക്കാവുന്ന രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ സെന്ററിൽ നമ്മൾ ഒന്നും കൂടി മടക്കിയതിന് ശേഷമാണ് നമ്മൾ അളവൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതാക്കണം, ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതുമേ അളവൊക്കെ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് കഴുത്തിന്റെ അകലാണ് കേട്ടോ. ഞാൻ 2.25 എടുത്തിട്ടുള്ളത്. നമുക്ക് 2.5 എടുക്കാം. പാകത്തെ ചെറിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ 2.5 എടുത്താൽ മതി. ഇപ്പൊ ഞാൻ 2.25 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വണ്ണല്ല ആളുകൾക്കൊക്കെ ആണെങ്കിൽ 3-3.5 എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ 2.25 എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് കൊടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ബാക്ക് നെക്ക് 3 ഇഞ്ചുമാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇതിപ്പോ ഞാൻ സാധാരണ ഒരാൾക്കാണ് ചെയ്യുന്നത്. പിന്നെ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് കഴുത്ത് 3 ഇഞ്ചും ഫ്രണ്ട് 5 ഇഞ്ചും ആണ് കേട്ടോ അതിന്റെ കഴുത്തിന്റെ ഇറക്കം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് ഷോൾഡർ ആണ് കേട്ടോ. ഷോൾഡർ ഞാൻ ഇതാക്കുന്നത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡറിന്റെ അകലം 4 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് 4-4.5 എടുക്കാം. 4 എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ 4 എടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡറിന്റെ ഇറക്കം വരുന്നത് ഇതാക്കണം 7 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. നമുക്കിത് 7-7.5 എടുക്കാം കേട്ടോ. പിന്നെ ഇതാക്കണം 2 ഇഞ്ച് ഇതിൽ ഞാനൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് അതിന്റെ കഴുത്തിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണെ. അപ്പൊ നമുക്ക് 7.5-8 അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ആളുകളെ ശരീരത്തിനനുസരിച്ച് 8 വേണമെങ്കിൽ 8 എടുക്കാം. അപ്പൊ ഞാനിതൊരു സാധാരണ ഒരു നോർമൽ പാകത്തെ തടിയില്ല ഒരാൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ 7 കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാക്കണം അവരെ വണ്ണം വരുന്നത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് 10 ഇഞ്ചാണ്. അപ്പൊ ഞാൻ തയ്യൽ തുമ്പും ഒക്കെ വെച്ചിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഷേപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പൊ ഇതാക്കണം നമ്മളെ വരക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ നമുക്ക് മാക്സിക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ താഴത്തൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഇപ്പൊ നോർമൽ ഒരു വിറ്റാണെങ്കിൽ അതിന്റെ വീതി മൊത്തം നമ്മൾ എടുക്കും. അപ്പൊ അതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കേ. ഇതാണ് നമ്മളെ കൈക്കുഴി വരുന്നത്. നമ്മൾ ഫ്രണ്ട് കൈയിന് ഒന്ന് കുഴിച്ച് വെട്ടു കേട്ടോ. അത് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാക്കണത്. അപ്പൊ ഞാൻ അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതാക്കണ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാക്കണത്. പിന്നെ നമുക്ക് ഇനി ഇതിന്റെ കൈ വേണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടായിട്ട് നമ്മളെ എന്താ നെക്കിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയണമല്ലോ, അതുകൊണ്ട് കൈ വെട്ടണ ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിക്ക് ഷേപ്പ് വരുന്നത്. നമുക്കിത് കൈയും കൂടി വെട്ടി എടുക്കാം. കൈ വെട്ടുന്ന വീഡിയോസും കഴുത്ത് വെട്ടുന്ന വീഡിയോസും മോനും എടുത്തിട്ടില്ല കേട്ടോ. ഓനാണ് വീഡിയോസ് എടുത്തിരുന്നത്. അപ്പോൾ ഓൻ അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം അത് പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പം ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പം കൈയൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ കൈക്കുഴി വരുന്നത്. ഇതാക്കണ് നമ്മൾ ഫ്രണ്ട് കൈയിനൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ആ കുഴിച്ച് വെട്ടണത് നമ്മളെ കൈ വെട്ടുമ്പോഴും കൈയിന്റെ പീസ് വെട്ടിയെടുക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാക്കണം ഞാൻ ഈ ഒരു മെഷീൻമേലാണ് ഞാൻ അടിക്കാറുള്ളത്. നമ്മളെ ഉഷ ജാനമിന്റെ മെഷീനാണ്. നല്ല അടിപൊളി മെഷീനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇതുമ്പോൾ തന്നെ ഇട്ടപ്പോൾ ഡെയിലി നമുക്ക് കിട്ടുന്ന വർക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഇതുമ്പോൾ തന്നെയാണ് കേട്ടോ. നമുക്ക് എംബ്രോയിഡറി ആയിട്ട് ഇതുമ്പോൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തയ്ക്കാനും ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതാക്കണത് ഊരിയിട്ട് ഇവിടെയാണ് നമ്മൾ ബോബിനും കേസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സിമ്പിൾ ആണ് കേട്ടോ. അതേമാതിരി എന്ത് കേട് വന്നാലും നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റും. അത്ര എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ ഇതാക്കണത് നമ്മൾ ഈ ഒരു ഇത് മുകളിലേക്ക് ആക്കി കൊടുത്താല് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് നമ്മളെ പൂട്ട് ഊരിപ്പോരും കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇതാക്കുന്നത് പോലെയുള്ള പൂട്ടുകൾ നമുക്ക് പല വെറൈറ്റികളായിട്ടുള്ള സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതുണ്ട് കേട്ടോ. അതൊക്കെ ഈ പൂട്ടാണ് നമ്മളെ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഊരി എടുക്കാൻ കിട്ടും കേട്ടോ. അതാക്കണ ഇതുമ്പോൾ പോയി കണ്ട് നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇതാക്കണ ബട്ടൺ ഹോൾ ഇടാനുള്ളതാണ് കേട്ടോ. അങ്ങനെ വെറൈറ്റി ആയിട്ട് 2-3 ടൈപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതാക്കണം ഞാൻ ആ പൂട്ട് ഊരിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇവിടെ ഇതാക്കണം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇതുണ്ട്. നമ്മൾ താത്തി കൊടുത്താല് നമ്മളെ പൂട്ട് അവിടെ തന്നെ അടുത്ത വേറെ ഏതെങ്കിലും പൂട്ട് നമ്മൾ മാറ്റി കൊടുത്താലും അതവിടെ ലോക്കായിട്ട് ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ? ഇപ്പൊ ഇതാക്കുന്നത് നമ്മള് അവിടെ ലോക്ക് ആക്കി കൊടുക്കുകയാണ്. അതുമ്പോൾ നെക്കി കൊടുത്താൽ ലോക്ക് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് നൂല് ചുറ്റുന്നത് നോക്കാം. നൂല് ചുറ്റുന്നതും അതുപോലെ തന്നെ സിമ്പിൾ ആണ്.
നമുക്ക് ഇതാക്കണ ഇതിങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ബോബിനുമേ അങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ ഇതാക്കണ ഇതിൻ്റെ തന്നെ ഒരു ഇതുണ്ട്, അതുമ്പോൾ നമ്മൾ നൂല് ചുറ്റിങ്ങാണ്ട് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മൾ അങ്ങോട്ട് നീക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു റൗണ്ടിലുള്ളത് നമ്മളൊന്ന് വലിച്ചു കൊടുക്കണം. അതായത് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ മാത്രം വർക്ക് ആവുള്ളൂ, നമ്മൾ തയ്ക്കണ ഭാഗം വർക്ക് ആവില്ല കേട്ടോ. അപ്പോൾ ഇപ്പൊ നമുക്ക് മുകളിൽ മാത്രം വർക്ക് ചെയ്താൽ മതി, നമുക്ക് നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് താഴെ വർക്ക് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ആ ബട്ടൺ ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മൾ നൂല് ചുറ്റുമ്പോൾ നമുക്ക് താഴെ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ആ ബട്ടന് പൊന്തിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് നോക്കി ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ നൂല് ചുറ്റിയതിന് ശേഷം ആ ബട്ടൺ ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നോർമൽ നമ്മൾ തയ്ക്കാനുള്ള സ്റ്റിച്ചിലേക്ക് പോകും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ നൂല് ഇങ്ങനെയാണ് ചുറ്റി കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മളെ സൂചിയിൽ കോർത്ത് കൊടുക്കുകയാണ്. അതും നല്ല സിമ്പിളാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ. ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇത് പല ടൈപ്പ് അകലങ്ങളും സ്റ്റിച്ചിന്റെ അകലങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ പല വർക്ക് ഇതുമ്പോൾ നമുക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. എയും ബിയും കാണുന്നത് നമ്മുടെ നോർമൽ സ്റ്റിച്ചാണ്. എയും ബിയും നോർമൽ സ്റ്റിച്ചും സി ഡി ജി ഒക്കെ നമ്മുടെ എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോക്കല്ല നമുക്ക് കെട്ടിടണമെങ്കിലൊക്കെ ഈ കാണുന്നത് നെക്കി കൊടുക്കുമ്പോൾ നമുക്ക് കെട്ടായി മാറും കേട്ടോ. അതായത് ഇതായി മാറും നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ താഴെ കാണുന്നത് ബോബിനും കേസും കെട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ലോക്കായി പോവുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴത്ത് ഈ പെട്ടി ഉരിയതിന് ശേഷം താഴത്തെ ഒരു ലോക്ക് നെക്കി കൊടുത്താൽ ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. അതിന് അടുത്ത വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ഇന്ന് അടിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ, നമുക്ക് കൊടുക്കാനുള്ളതാണ്. പെരുന്നാളായതും കൊണ്ട് കുറേ ആൾക്കാർ ഇതുപോലെ തയ്ച്ചാൽ തന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞു. അതേമാതിരി ഇതാക്കുന്നത് ഒരു ആലിയക്കട്ടിൽ വരുന്ന നമ്മളെ ഷോർട്ട് കുർത്തീസ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ അളവും ഇതൊക്കെ നോക്കുകയാണ്. അവർക്ക് കൈ ഫുള്ള് ലെങ്ത്ത് വേണം പറഞ്ഞിട്ട് ഫുള്ള് ലെങ്ത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഓരോരോ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.